ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദുഃഖങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതവും സന്തോഷങ്ങളിലെ കൂടെ കൊണ്ടിരിക്കുന്ന ജീവിതവും, അതായത് ദുഃഖങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതവും സന്തോഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതവും തമ്മിൽ എന്താ വ്യത്യാസം? ദുഃഖം എപ്പോഴും നമ്മുടെ കണ്ണീരാണ് വാർത്തിക്കുന്നത്. സുഖം അങ്ങനെയല്ല, മനസ്സിനെ കുളിർമഴ പൊഴിയിക്കും, മനസ്സിന് സുഖം കിട്ടും. മറ്റേത് ദുഃഖമാണ് മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ സുഖദുഃഖങ്ങൾ ചേർന്നതാണ് ജീവിതം എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ ദുഃഖങ്ങളെ ആരും വരവേൽക്കാറില്ല, പക്ഷേ സുഖങ്ങളെ വരവേൽക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്ന് വരുന്നു, അതൊരു ശുഭവാർത്തയാണ്. കാരണം വെച്ചാൽ ഗസ്റ്റുകൾ നമ്മുടെ വീട് തേടി വരികയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള വാക്കാണ്. നമുക്ക് ഗസ്റ്റുകൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കണം എന്നുള്ളതുള്ളൂ. സുപ്രഭാതത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ഗസ്റ്റായി വരികയാണെങ്കിൽ നമ്മൾക്ക് അത്ര അഭിരുചി ഉണ്ടാവില്ല. പക്ഷേ ഗസ്റ്റുകളായിട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ ശുഭവാർത്തകൾ നമുക്ക് കേൾക്കുമ്പോൾ അത് സന്തോഷം ഉണ്ടാകും. ശുഭഫലങ്ങൾ അറിയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. പെട്ടെന്നൊരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ AC-യോ അല്ലെങ്കിൽ പുതിയ വസ്തുക്കളോ, ഇതുവരെ ഇല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളോ ഭവനത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പുതിയ ഒരു അനുഭൂതിയും സന്തോഷങ്ങളും ഉണ്ടാകും. ഭാര്യയ്ക്കോ ഭർത്താവിനോ പുതിയ ജോലി കിട്ടി, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇന്നമാതിരി ഒരു ഉണർവുണ്ടായി, ബിസിനസ് സക്സസ് ആയി, അവർ നമ്മുടെ ബിസിനസ് സാങ്ഷൻ ചെയ്തു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ സാങ്ഷനായി ജോലി തരപ്പെട്ടി ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പോസ്റ്റലിലൂടെ വരുന്നു. റിസൾട്ടുകൾ നമ്മൾക്ക് ഇൻ്റർവ്യൂവിലെല്ലാം പങ്കെടുത്ത റിസൾട്ടുകളെല്ലാം പോസിറ്റീവായി വന്നു. ജോലി എടുക്കാൻ താല്പര്യപ്പെട്ട് അഡ്വാൻസ് കൊടുത്ത് വിദേശത്ത് 3, 4 മാസമോ 5 മാസമോ ആയി, അല്ലെങ്കിൽ 6 മാസമായിട്ട് അത് കിട്ടിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ ഉള്ള റിസൾട്ട് വരവ്, ഇനി വിസ വരിക, ഓഫർ ലെറ്റർ വരിക, അങ്ങനെയുള്ള കാത്തിരിപ്പിന് വരിക. അതുപോലെ തന്നെ വിദേശത്തിൽ നിന്ന് സ്വദേശത്തേക്ക് എപ്പോൾ വരാൻ പറ്റുന്ന ആകുലതയോടും ഇരിക്കുന്ന ജിജ്ഞാസയോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് മതിയാക്കി വരാൻ നിൽക്കുക. ഈ യുവാക്കളെല്ലാം വിദ്യാഭ്യാസത്തിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ ആസ്ട്രേലിയക്കോ അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. അങ്ങനെയുള്ള കാലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു UAE അല്ലെങ്കിൽ അറേബ്യൻ രാജ്യത്ത് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി ചോദിച്ചു, ഈ സമയത്ത് പോയാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ, ഒന്ന് അന്വേഷിച്ചിട്ട് പോകാം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടോ അവിടെ ചോദിച്ചപ്പോൾ ഇല്ല, വിസിറ്റിംഗ് വിസയിൽ എടുത്തിട്ടാണ് പോകുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും 2 മാസം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു പാർട്ടികളുണ്ട്, അവിടെ പോയി താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഭക്ഷണത്തിനുള്ള ഇത് മാത്രം നമുക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ ഇപ്പോൾ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പറഞ്ഞു. പക്ഷെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ല. പെക്കോട് എന്തായാലും ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പെക്കോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് പോകുന്നതുകൊണ്ട് വേറെ വല്ല കുഴപ്പങ്ങളുണ്ടോ ചോദിച്ചു. വേറെ എന്താ കുഴപ്പം? ജോലി കിട്ടാതെയുള്ള കുഴപ്പം, ചിലപ്പോൾ നീണ്ടു പോകാനുള്ള സാധ്യത ഉണ്ട്, ഞാൻ കുറച്ച് മാസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് ഒരു പ്രതീക്ഷ, എന്തായാലും ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്, കാരണം പരിചയക്കാരിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടും ജോലിയെല്ലാം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വിളിച്ചു പറഞ്ഞു, താങ്കൾ പറഞ്ഞത് 2 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആ 2-ാം മാസം കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം ഇനി 1 മാസം കൂടി ഉള്ളൂ, അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി 1 മാസം കൂടി വേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. ആ 1 മാസം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അവർ വിസ കഴിയാറായി. എന്താ വേണ്ട, ഞാൻ തിരിച്ചു വരണോ അത് പുതുക്കണോ ചോദിച്ചു. ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു, പുതുക്കിക്കോളൂ പറഞ്ഞു. കാരണം അപ്പോഴേക്ക് അയാൾക്ക് മടുത്ത് പോയി. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി, വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ പുതുക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര ഇതായി. പുതുക്കണോ ചോദിച്ചപ്പോൾ പുതുക്കിക്കോളൂ പറഞ്ഞു. പുതുക്കിയപ്പോൾ വീണ്ടും അവിടെ കുറച്ച് കാലം കൂടി നിൽക്കാൻ തുടങ്ങി. ഏകദേശം 20 ദിവസം, 23-ാമത്തെ ദിവസം അയാൾക്ക് ജോലി കിട്ടി, നല്ല ജോലി. അയാൾക്ക് ഉദ്ദേശപരമായി തന്നെ അയാളുടെ ഫീൽഡിൽ പറ്റിയ ഒരു ജോലി കിട്ടി. അപ്പോൾ എന്താ വെച്ച് പറഞ്ഞാൽ അതിനൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറയുന്നത്. ആ ഒരു മുഹൂർത്ത സമയത്ത് പോയാൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പം നമ്മളൊരു തിരക്ക് പിടിച്ച ഒരു അമ്പലത്തിൽ ദർശനത്തിന്, ഒരു ഗുരുവായൂർ എന്നു പറയാം, ഗുരുവായൂർ ദർശനത്തിന് പോയി ഉടനെ ഭഗവാനെ കണ്ടിട്ട് വരാൻ പറ്റില്ല. കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കണം. വെച്ച് പറഞ്ഞാൽ അവിടെ ഭഗവാനെ തൊഴാൻ വേണ്ടി സമയവും കാലവും നേരവും ഉണ്ട്. അവിടെ പോയി നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും ഭഗവാനെ കാണാൻ. ചിലപ്പോൾ പെട്ടെന്ന് ഇന്ന സമയത്ത് പോയാൽ പെട്ടെന്ന് കണ്ടിട്ട് വരാമെന്ന് നമ്മൾ ധൃതി പിടിച്ച് പോകും.
പക്ഷേ എന്നാലും ചിലപ്പോൾ അവിടെ കുടുക്കുകളുണ്ടാവും, താമസം വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂരൊക്കെ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റിയ അവസരങ്ങളുണ്ടാവും. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ടിക്കറ്റ് എടുത്ത് എൻട്രൻസിൽ പെട്ടെന്ന് പോകാനുള്ള എൻട്രൻസിൽ കയറുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവിടെ VIP വല്ലവരും വന്ന് കയറുന്നത്. അപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും, അരമണിക്കൂർ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇടയിൽ വന്ന് പെടും. അപ്പം അങ്ങനെയുള്ള ഒരു സമയങ്ങളെല്ലാം നമ്മളുടെ ഇടയിൽ കൂടെ കടന്നു പോകും. അങ്ങനെയെല്ലാം കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളെ പറ്റി പറയുന്നത്. അതായത് മകം, പൂരം, ഉത്രം എന്ന നക്ഷത്രക്കാർക്ക് 18, 19, 20 എന്ന തീയതികൾ ഇവർക്ക് ശുഭഫലമായിട്ട് ശുഭഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും, ശുഭഫലങ്ങൾ വരാനുള്ള യോഗവും, ശുഭഫലങ്ങൾ കേൾക്കാനുള്ള യോഗവും ഉണ്ടായിരിക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അവർക്ക് സംഭവങ്ങൾ, ശുഭകാലങ്ങൾ അല്ലെങ്കിൽ ശുഭ വാർത്തകൾ, ശുഭ കാര്യങ്ങൾ നടന്നിരിക്കണം എന്ന് പറയുന്നത്. ഒരു പെണ്ണ് കാണാൻ പോയി അത് എൻഗേജ്മെന്റിലെത്തുക, ഒരു വസ്തു വാങ്ങാൻ പോയി അത് എഗ്രിമെന്റിലെത്തുക, ഒരു വാഹനങ്ങൾ വാങ്ങിക്കാൻ പോയി മനസ്സിന് തൃപ്തിപ്പെട്ട വാഹനങ്ങൾ കിട്ടുക, ഒരു ആഭരണം വാങ്ങിക്കാൻ പോയി നമ്മൾ ഉദ്ദേശിനെ കാട്ടി കുറച്ച് തൂക്കത്തിൽ ആഭരണം എടുക്കുക, വസ്ത്രം വാങ്ങാൻ പോയി വസ്ത്രം യഥേഷ്ടം വാങ്ങിച്ചിട്ട് വരിക, ഒരു റിസൾട്ടിന് വേണ്ടി പോയി അതിപ്പോൾ വല്ല ടെസ്റ്റുകൾ എടുത്തിട്ടുള്ള റിസൾട്ടായിരിക്കും, അത് മെഡിക്കൽ ടെസ്റ്റ് എന്ന് തന്നെ പറയാം. മെഡിക്കൽ ടെസ്റ്റ് എടുക്കേണ്ടി വന്നു. ആ റിസൾട്ട് ചിലപ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ആ റിസൾട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്താകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകും. ആ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് സുഖം തരും. ഇന്നേ ദിവസമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള പോക്ക് വരവാണെങ്കിൽ നമുക്ക് ഇന്ന ദിവസം തരാം എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു വ്യക്തിക്ക് വെറുതെ വയറുവേദനയായിരുന്നു. അയാൾക്ക് വയറുവേദന എടുത്തിട്ട് എപ്പോഴും ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരിതാണ്. അപ്പോൾ അയാൾക്ക് ഈ പൈൽസ് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ജാതകമെല്ലാം വെച്ച് നോക്കി. അപ്പോൾ ഞാൻ വയറ് സംബന്ധമായിട്ട് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, എന്നിരുന്നാലും ഒരു പൈൽസ് ഡോക്ടറിനെ കാണുന്നത് നല്ലതായിട്ട്, പൈൽസിൻ്റെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു പ്രഗത്ഭ നല്ല ഹോസ്പിറ്റലിൽ, നല്ല ലക്ഷറി ഹോസ്പിറ്റലിൽ പോയി അവിടെ ഗ്യാസ്ട്രോളജി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് എല്ലാം അവർ ഇങ്ങനെയെല്ലാം എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്ഥിതി എന്നെല്ലാം വിശേഷിപ്പിച്ചപ്പോൾ കൊളോണോ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു. കൊളോണോ ടെസ്റ്റ് പറഞ്ഞാൽ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വായിൻ്റെ ഉള്ളിൽ കൂടി മെഷീൻ ഇറക്കി നോക്കുന്ന ഒരു സമ്പ്രദായമാണ്. വയറ്റിൽ വല്ല എന്തെങ്കിലും പുണ്ണുകളോ കുരുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി പറഞ്ഞാൽ ബാക്കിലൂടെ മലദ്വാരത്തിലൂടെ എടുക്കുന്ന കൊളോണോസ്കോപ്പി, അത് കൊളോണോസ്കോപ്പി എടുക്കണം പറഞ്ഞു. കൊളോണോസ്കോപ്പിക്ക് മയക്കിയിട്ട് എടുക്കുകയുള്ളൂ, അതായത് സെഡേഷൻ കൊടുത്തിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സെഡേഷൻ കൊടുത്തിട്ട് എടുക്കുന്ന ഒരു ടെസ്റ്റാണ്. കൊളോണോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് സംശയങ്ങൾ വല്ലതും തോന്നിക്കഴിഞ്ഞ് പറഞ്ഞാൽ അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഓരോ ബോട്ടിലായിട്ട് എടുക്കും. ചിലപ്പോൾ 3 ബോട്ടിലാവും, 4 ബോട്ടിലാവും, 5 ബോട്ടിലാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് ആശങ്കയായി, എന്താ അതിൻ്റെ ഇത് വേണ്ട. കാരണം കൊളോണോസ്കോപ്പി എന്താണെന്നുള്ളത് മലദ്വാരത്തിലൂടെ ഇറക്കുന്നതാണ്, പക്ഷെ അതിന് ഇതൊക്കെ വേണോ എന്നുള്ള ചിന്ത വന്നു. പിന്നെ അത് അറിയുന്നവരെ കുറിച്ചിട്ട് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ വേറെ ആൾക്കാർ ചോദിച്ചപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, നമുക്ക് വയറ്റിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം അറിയാൻ പറ്റുന്നതുകൊണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന സമയത്താണ് കൊളോണോസ്കോപ്പി ഉള്ളത്, ബുക്ക് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്നിട്ട് എന്നെ പരിചയമുള്ളതാണ്. അപ്പോൾ എന്നെ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇന്ന ദിവസത്ത് പോയിട്ട് ഞങ്ങൾ കൊളോണോസ്കോപ്പി ചെയ്തോളൂ, യാതൊരു കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വല്ലതും അറിയാലോ ഉണ്ട്. അങ്ങനെ ആ ഡേറ്റിൽ ഉണ്ടോ ചോദിച്ചപ്പോൾ അതിലൊരു ഡേറ്റ് കിട്ടി. ആ ഡേറ്റ് കിട്ടി അവർ കൊളോണോസ്കോപ്പി ചെയ്ത് അവരത് എടുത്തപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ തുറന്ന് ചോദിച്ചു, എനിക്ക് വല്ല അസുഖങ്ങൾ വല്ല കാര്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, ടെസ്റ്റ് വരട്ടെ, ആ ടെസ്റ്റിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു സംഭവിച്ചെന്ന് വെച്ച് പറഞ്ഞാൽ മൊത്തം 9 പേർക്ക് കൊളോണോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം ഉറപ്പിച്ച് അപ്പം തന്നെ പറയുകയും ചെയ്തു. ആ ഒരു ഡോക്ടർ പറഞ്ഞു. അത് ഇയാളും കേട്ടിട്ടുണ്ട്. അയാൾക്ക് അപ്പോൾ ആ ഒരു കേട്ടതിൻ്റെ ടെൻഷൻ കാരണം കൊണ്ടാണ് അയാൾ ചോദിച്ചത്, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ടെസ്റ്റ് വരട്ടെ, ടെസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ ടെസ്റ്റ് 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു. 15 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു. 15 ദിവസം ഞാൻ പറഞ്ഞു 15 ദിവസം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് വാങ്ങിച്ചാൽ മതി പറഞ്ഞു. 1 മാസം വരെ അതുവരെ ഞാൻ ടെൻഷൻ അടിച്ചപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഇന്ന ദിവസം നിങ്ങൾ വെക്കോ ടെസ്റ്റ് വാങ്ങിക്കാൻ വെക്കോ. അപ്പോൾ ഇന്ന ദിവസം പോയപ്പോൾ വന്നിട്ട് ടെസ്റ്റ് അവർ
ബില്ലുകളെല്ലാം കാണിച്ച് ടെസ്റ്റ് നോക്കുമ്പോൾ വന്നിട്ട് ടെസ്റ്റ് ഒരു കുഴപ്പമില്ല, ഒരു പോസിറ്റീവാണ്, ഒരു കുഴപ്പമില്ല, എന്താണെന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാട്ടുള്ളൂ, മെഡിസിനൊന്നും കഴിക്കേണ്ട പേക്കോള് പറഞ്ഞു. ഇത്രയാണ് പ്രശ്നമുള്ളൂ. പക്ഷെ അത് ഒരു നിമിഷത്തിൽ മാറി മറിയാൻ എത്ര വേണം? പോസിറ്റീവാണ്, റിസൾട്ട് പോസിറ്റീവാണ്, ഡോക്ടറെ കാണണം, ഡോക്ടർ അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അവിടെ വെച്ചിട്ട് അവസ്ഥമനിക്കുകയാണ്. അതാണ് കേൾക്കുന്നതും നമ്മൾ അറിയുന്നതുമാണ് സമയം, കേൾക്കുന്നതും അറിയുന്നതുമാണ് സമയം, കാണുന്നതാണ് സത്യം, കാണാത്തത് സത്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തെ പറ്റി ഞാൻ പറഞ്ഞു. 18, 19, 20 ചിങ്ങപ്പൂറുകാർക്ക് മകം പൂര ഉത്രംകാർക്ക് ഈ ദിവസങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ വിധത്തിനും തിരഞ്ഞെടുക്കാൻ പറ്റിയ ദിവസമാണ്. ഇതിന് മാത്രം എന്നല്ല പറയണത്, അത് കാരണം കൊണ്ട് ഈ ഡേറ്റിന് മാത്രം എന്നല്ല പറഞ്ഞു. ഈ ഡേറ്റ് എല്ലാറ്റിനും ഉപയോഗിക്കാം, നല്ലതിന് മാത്രമായിട്ട്, ചീത്തയ്ക്കല്ല, നല്ലതിന് മാത്രമായിട്ട്. ശുഭഫലങ്ങൾ എന്ത് വേണം, വ്യാപാരം വാങ്ങിക്കണം, കുട്ടികളുടെ ഫീസ് അടയ്ക്കാനുള്ള ഇതെടുക്കാം, കുട്ടികളെ പുതിയ ജോലി സ്ഥലത്തേക്ക് അയക്കാനുള്ളത് വായിക്കാം, പുതിയ വിദേശത്തേക്ക് പോകാനുള്ള എല്ലാം, അങ്ങനെ എല്ലാറ്റിനും തുടക്കം കുറിക്കുന്നതിന് അവസാനം കുറിക്കുന്നതിന് എല്ലാം ഈ ഡേറ്റ് 18, 19, 20 എന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ വരും. ശുഭവാർത്തകൾ കേട്ടിരിക്കും, ശുഭഫലങ്ങൾ നടക്കട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കും. നമസ്കാരം.